Hello everyone, once again welcome to Ants Anatomy. So this will be your sixth osteology topic on first rib. Into the main features. ഫസ്റ്റ് റിബ് എന്ന് പറയുമ്പം അതർ ടിപ്പിക്കൽ റിബ്സിനെ വെച്ച് നോക്കുമ്പോൾ അത് കമ്പാരിറ്റീവ്ലി ഷോർട്ടർ ആണ്, അതുപോലെ തന്നെ കേർവ്ഡ് ആയിരിക്കും ആൻഡ് കുറച്ചും കൂടെ ബ്രോഡർ ആയിരിക്കും. അഗെയിൻ നമുക്ക് നോക്കുവാണെങ്കിൽ അതർ ടിപ്പിക്കൽ റിബ്സിൽ നമുക്ക് ട്വിസ്റ്റ് കാണാൻ പറ്റും, പക്ഷേ ഇതെന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ഫ്ലാറ്റ് ആണ് ആൻഡ് ഇതിൽ ഗ്രൂവ്സ് ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. ഇനി നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് അബൌട്ട് ദ ആൻറ്റീരിയർ എൻഡ് ആണ്. ആൻറ്റീരിയർ എൻഡ് എന്ന് പറയുമ്പം കമ്പാരിറ്റീവ്ലി ലാർജർ ആണ്, അതുപോലെ തന്നെ കുറച്ചും കൂടെ തിക്കാണ്. ഇത് കണ്ടിന്യൂ ചെയ്യുന്നത് ഫസ്റ്റ് കോസ്റ്റൽ കാർട്ടിലേജ് ആയിട്ടാണ്. നെക്സ്റ്റ് പറയാൻ പോകുന്നത് അബൌട്ട് ദ പോസ്റ്റീരിയർ എൻഡ്. പോസ്റ്റീരിയർ എൻഡിൽ നമ്മൾ മെയിനായിട്ടും 3 പാർട്സ് ആണ് പറയുന്നത്. ഒന്ന് ഹെഡ്, നെക്സ്റ്റ് വൺ നെക്ക് ആൻഡ് ദ തേർഡ് വൺ ഇസ് ട്യൂബർക്ക്. ഹെഡ് എന്ന് പറയുമ്പം സ്മോൾ ആണ്, റൗണ്ടഡ് ആണ്, അതുപോലെ ഡയറക്റ്റഡ് ലാറ്ററലി. ഇത് അറ്റാച്ച് ചെയ്യുന്നത് ഫസ്റ്റ് തൊറാസിക് വെർട്ടിബ്ര ആയിട്ടാണ്. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് അബൌട്ട് ദ നെക്ക്. നെക്ക് എന്ന് പറയുമ്പം എഗെയിൻ അത് റൗണ്ടഡ് ആണ്, ഡയറക്ഷൻ ടുവേർഡ്സ് ലാറ്ററലി, അപ്വേർഡ്സ് ആൻഡ് ബാക്ക്വേർഡ്സ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ട്യൂബർക്കിളാണ്. ട്യൂബർക്കിൾ കമ്പാരിറ്റീവ്ലി ലാർജർ ആണ്, വിച്ച് കോയിൻസൈഡ്സ് വിത്ത് ദ ആംഗിൾ. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് അബൌട്ട് ദ ഷാഫ്റ്റ് അല്ലെങ്കിൽ ബോഡി. ഇവിടെ മെയിനായിട്ട് നമുക്ക് 2 സർഫസും 2 ബോർഡേഴ്സും ആണുള്ളത്. ഇതാണ് സുപ്പീരിയർ സർഫസ്, ഇതാണ് ഇൻഫീരിയർ സർഫസ്, ഇതാണ് ഇന്നർ ബോർഡർ, ഇതാണ് ഔട്ടർ ബോർഡർ. നമ്മൾ നേരത്തെ പറഞ്ഞ ഫസ്റ്റ് റിബിൽ നമുക്ക് കോസ്റ്റൽ ഗ്രൂവ്സ് ഒന്നും കാണാൻ പറ്റില്ല, ബട്ട് ടുവേർഡ്സ് ദ അപ്പർ സർഫസ് നമുക്ക് 2 ക്രോസ്ഡ് ഷാലോ ഗ്രൂവ്സ് കാണാൻ പറ്റും. അതിൻ്റെ ഇൻ ബിറ്റ്വീൻ ഒരു റിഡ്ജും കാണാൻ പറ്റും. ഈ റിഡ്ജ് ഇന്നർ ബോർഡറിൽ എൻലാർജ്ഡ് ആയിട്ട് കാണാൻ പറ്റും. ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് സ്കെയിലൻ ട്യൂബർക്കിൾ. ലോവർ സർഫസ് എന്ന് പറയുമ്പം കമ്പാരിറ്റീവ്ലി സ്മൂത്ത് ആണ്. ഇനി നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത് അബൌട്ട് ദ ബോർഡേഴ്സ്. ഇന്നർ ബോർഡർ എന്ന് പറയുന്നത് കോൺകേവ് ആണ്. ഔട്ടർ ബോർഡർ എന്ന് പറയുമ്പം കമ്പാരിറ്റീവ്ലി കോൺവെക്സ് ആണ്. ഫ്രണ്ടിൽ നമുക്ക് തിന്നായിട്ടും ബാക്കിൽ നമുക്ക് തിക്കായിട്ടായിരിക്കും ഔട്ടർ ബോർഡർ കാണാൻ പറ്റുന്നത്. നെക്സ്റ്റ് പറയാൻ പോകുന്നത് സൈഡ് ഡിറ്റർമിനേഷൻ ആണ്. ഇതാണ് ആൻറ്റീരിയർ എൻഡ്, സ്റ്റേർണൽ സൈഡിലേക്ക് വരുന്നത്. ഇതാണ് പോസ്റ്റീരിയർ എൻഡ്. സുപ്പീരിയർ സർഫസ് നോക്കാനാണെങ്കിൽ നമുക്ക് 2 ഷാലോ ഗ്രൂവ്സ് ഉണ്ട്. അങ്ങനെ സുപ്പീരിയർ സർഫസ് നോക്കുക. സോ വി ക്യാൻ സേ ദിസ് ഇസ് അവർ റൈറ്റ് ഫസ്റ്റ് റിബ്. ഇതാണ് ഒരു വേ. ഈ സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ ഈ റിബിനെ താഴെ പ്ലേസ് ചെയ്യുക. സോ നമുക്ക് ബോത്ത് എൻഡ്സ് താഴെ ടച്ച് ചെയ്യുകയെന്നുണ്ടെങ്കിൽ ഈ ബോൺ എന്ന് പറയുന്നത് ആ കറസ്പോണ്ടിങ് സൈഡിൻ്റെയാണ്. ഇനി നമ്മൾ ഈ സൈഡിലേക്ക് വെക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ആൻറ്റീരിയർ എൻഡ് താഴെ ടച്ച് ചെയ്തിട്ടുണ്ട്, പോസ്റ്റീരിയർ എൻഡ് താഴെ ടച്ച് ചെയ്തിട്ടില്ല. യു ക്യാൻ സീ എ സ്പേസ് ഹിയർ. നമുക്കിവിടെ ഒരു സ്പേസ് കാണാൻ പറ്റും. പോസ്റ്റീരിയർ എൻഡ് ഇവിടെ ടച്ച് ചെയ്തിട്ടില്ല. സോ ഇത് ലെഫ്റ്റ് ബോൺ അല്ല, ഇൻസ്റ്റെഡ് ഇത് റൈറ്റ് ബോൺ ആണ്. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് അബൌട്ട് ദ അറ്റാച്ച്മെൻറ്റ്. നമുക്ക് 2 അറ്റാച്ച്മെൻറ്റ്സ് നോക്കാം. ഫസ്റ്റ് വൺ സ്കെയിലൻ ട്യൂബർക്കിൾ. സ്കെയിലൻ ട്യൂബർക്കിളാണ് സ്കെയിലിനസ് ആൻറ്റീരിയർ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഓൾസോ സ്കെയിലിനസ് ട്യൂബർക്കിളിൻ്റെ ബാക്കിലായിട്ട് നമുക്ക് വേറൊരു അറ്റാച്ച്മെൻറ്റ് കാണാൻ പറ്റും, അതാണ് സ്കെയിലിനസ് മീഡിയസ്. So to our conclusion part, this is the first rib. It is shortest, broadest and the most curved rib. No twist and there is no costal groove. It mainly has 2 surfaces, superior surface, inferior surface and 2 borders, inner border and outer border. First about the anterior border. Anterior border, which is comparatively large and it is thicked part. It is continuous with the first costal. Next about the posterior end. Posterior end mainly 3 parts: head, neck and tubercle. About the head, head is small, round and directed laterally. Then next about the neck, which is again rounded, which is directed laterally, placed upwards and backwards. Next about the tubercle, it is large and it coincides with the angle of the rib. Next about the shaft or the body. Again we have 2 surfaces and 2 borders. About the superior surface, we can see 2 costal grooves. In between there is a ridge. This ridge is enlarged at the innermost border to form scalenus tubercle. Lower surface is comparatively smooth. Inner border it is concave. Outer border which is convex. Towards the front it is thin and towards the back you can see it is thick. Next about the attachment. This is the scalenus tubercle into which the scalenus anterior is attached. Just behind the scalenus tubercle where we can see the attachment of scalenus medius. So that's all about today's video. Thanks for watching. Bye.